ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ രുദ്രം ഇനി ആകാശത്ത് ചീറിപ്പായും. 350 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന രുദ്രം മിസൈൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് ശത്രു രാജ്യത്തേക്ക് കടക്കാതെ തന്നെ അവരുടെ റഡാറുകളുടെ പരിസരത്ത് എത്താതെ തന്നെ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകാൻ രുദ്രം മിസൈൽ. ശത്രു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ ഇതിനെയൊക്കെ തകർത്ത് മുന്നേറാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ എയർ ടു സർഫേസ് മിസൈൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് തദ്ദേശമായി നിർമ്മിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നിലവിൽ വ്യോമസേന ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത ഖ്വാദ് 31 മിസൈലുകൾക്ക് പകരമായാണ് ഇന്ത്യ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 5.5 മാക്ക്, അതായത് ശബ്ദത്തെക്കാൾ 5 ഇരട്ടിയിലേറെ വേഗതയിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുക. ശത്രു പാളയത്തിലെ 300 കിലോമീറ്റർ വരെ അകലെയുള്ള റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ ടവറുകളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഏകദേശം 200 കിലോഗ്രാം വരെയുള്ള യുദ്ധ സാമഗ്രികൾ വഹിക്കാൻ രുദ്രം 2 സാധിക്കും. കടൽ നിരപ്പിൽ നിന്ന് 3 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് വിജയകരമായി പ്രയോഗിക്കാം. രുദ്രം 2 ശത്രു റഡാറുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളിലും തരംഗങ്ങളിലും നിന്നുള്ള ഉദ്ഭവങ്ങളുടെ പാത പിന്തുടർന്നാണ് ആക്രമിക്കുന്നത്. വരുന്ന മിസൈലിനെ ഭയന്ന് ശത്രു റഡാർ ഓപ്പറേറ്റർ ഓഫാക്കിയാലും രുദ്രം മിസൈലിന്റെ ഓൺബോർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം കൃത്യമായ സ്ഥലത്ത് ആക്രമിക്കുകയും സ്ഫോടനം നടത്തുകയും ചെയ്യും. 100 മുതൽ 150 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുള്ള രുദ്രം 1 ഇന്ത്യ മുൻപ് പരീക്ഷിച്ചിരുന്നു. എന്നാൽ അതിലും കരുത്തുള്ളതാണ് രുദ്രം 2. പ്രധാനമായും ഇത് സീഡ് ദൌത്യത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. സംഘടനത്തിന്റെ ആദ്യ മണിക്കൂറിനുള്ളിൽ ശത്രുവിന്റെ മുഴുവൻ റഡാറും ആശയവിനിമയ ശൃംഖലയും തകർക്കാൻ ഈ മിസൈലുകൾ വിക്ഷേപിക്കും. ശത്രുവിന്റെ റഡാർ സംവിധാനം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ മിസൈലുകൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ റഫേൽ, മിറാജ്, തേജസ് തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റു യുദ്ധവിമാനങ്ങൾക്ക് ഭയമില്ലാതെ ശത്രു വ്യോമാതിർത്തിയിലേക്ക് തുളച്ചു കയറാനും നാശം വിതയ്ക്കാനും സാധിക്കും. രുദ്രം 2 മിസൈലിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ചതും അത്യാധുനികവുമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്നു. പാസീവ് ഹോമിംഗ് ഹെഡ് സീക്കർ സാങ്കേതിക വിദ്യ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിനുള്ളിലെ സിഗ്നലുകൾ തിരിച്ചറിയാൻ കഴിവുള്ള വളരെ സെൻസിറ്റീവ് റിസീവറായി ഈ സീക്കർ പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അയൽക്കാരായ ചൈനയ്ക്കും പാകിസ്ഥാനും ആധുനിക റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഒരു സംഘർഷമുണ്ടായാൽ ചൈനയുടെയും പാകിസ്ഥാന്റെ വിലയേറിയ റഡാർ സംവിധാനങ്ങളെ ദീർഘദൂരത്തിൽ നിന്ന് നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട് രുദ്ര മിസൈലുകൾക്ക്. രുദ്രം 2 ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിലൂടെ 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ലക്ഷ്യങ്ങൾ കൃത്യതയോടെ ഭേദിച്ചു. ഈ വിജയം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിലും ആത്മനിർഭരതയിലും സുപ്രധാന നാഴികക്കല്ലാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ സംവിധാനത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയും DRDOയും സംയുക്തമാണ് ആകാശത്ത് നിന്ന് കരയിലേക്ക് പായിക്കാവുന്ന ഈ മിസൈലിന്റെ പരീക്ഷണം നടത്തിയത്. ഒഡീഷ തീരത്തെ ചണ്ഡിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേന വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. പരീക്ഷണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും മിസൈൽ കൃത്യതയോടെ കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമാസ്.